ആശ പവറിന്റെ ഇൻവെർട്ടറും MPPTയും 575 വാട്ട് സോളാർ പാനല് 280 AH 24 വോൾട്ട് ലിഥിയം ബാറ്ററി പാക്ക് DC എനർജി മീറ്റർ എല്ലാ മച്ചന്മാർക്കും JP നെറ്റ്വർക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആശ പവറിന്റെ 2.5 കിലോവാട്ടിന്റെ ഇൻവെർട്ടർ നമ്മളിവിടെ ലോഡ് ചെയ്ത് നോക്കിയാണ്. അത് 24 വോൾട്ട് 280 AH ലിഥിയം ബാറ്ററി പാക്ക് വെച്ചിട്ടാണ്. ഇവിടെ നമ്മൾ ഒരു DC എനർജി മീറ്റർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കണക്ഷൻ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവിൽ നിന്ന് ഈ കാണുന്ന DC ഷണ്ട് വഴി ഇൻവെർട്ടറിലേക്ക് കണക്ഷൻ പോവുകയാണ്. ഈ DC ഷണ്ടിൽ നിന്ന് 2 വയർ എടുത്തിട്ട് നമ്മുടെ എനർജി മീറ്ററിലേക്ക് കൊടുത്തേക്കാണ്. ആ എനർജി മീറ്ററിൽ പവർ കൊടുക്കാൻ വേണ്ടി വേറെ സെപ്പറേറ്റ് ഒരു 12 വോൾട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ എനർജി മീറ്റർ വർക്ക് ആവുകയുള്ളൂ. ഇതാണ് എനർജി മീറ്റർ. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഈ ഒരു മീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് വോൾട്ട്, ആംബിയർ, AH തുടങ്ങിയ ഒട്ടുമിക്ക കാര്യങ്ങളും അറിയാൻ സാധിക്കും. 1500 രൂപ മുതൽ ഈ ഒരു മീറ്റർ ആമസോണിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ DC ഷണ്ടിന് നല്ല പ്രൈസ് വരുന്നുണ്ട്. 300 ആംബിയറിനൊക്കെ ഏകദേശം 2500 രൂപയ്ക്കാണ് ആമസോണിൽ വരുന്നത്. ഇത് വാങ്ങാനുള്ള പർച്ചേസ് ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കയറി നോക്കാം. മച്ചാമാരെ, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ദയവായി ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ചാനൽ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഈ കാണുന്ന ആശ പവറിൻ്റെ 2.5 കിലോവാട്ടിൻ്റെ ഇൻവെർട്ടറിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 22,000 രൂപ അടുത്താണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട നമുക്ക് സെറ്റാക്കി തരാം. ഇത് ആശ പവറിൻ്റെ സൂര്യ 60 എന്ന് പറഞ്ഞ MPPT ആണ്. ഇത് ആമസോണിൽ വാങ്ങാൻ കിട്ടും. അതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇവിടെ ഒരു വൈറ്റ് കളറിൽ കാണാവുന്ന ഒരു ഡിവൈസ്, അത് ഇൻഡസ്ട്രിയൽ പ്ലഗ് ആണ്. അത് കുറച്ച് കൂടുതൽ ആംബിയർ നമുക്ക് ലോഡ് ചെയ്യാൻ സാധിക്കും. നല്ല ശക്തമായ ഇടിവെട്ടുള്ള സമയത്തൊക്കെ നമ്മുടെ കണക്ഷൻ ഊരിയിട്ട് നമ്മുടെ ഇൻവെർട്ടറിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 575 വാട്ടിൻ്റെ 3 സോളാർ പാനലാണ്. വാരി സോളാറിൻ്റെ N ടൈപ്പ് പാനലാണ്. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അതിൻ്റെ പർച്ചേസ് ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം. പിന്നെ ഒരു CCTV ഇവിടെ ഇരിക്കുന്നത് കാണാം. അത് നമ്മുടെ DC എനർജി മീറ്ററും മറ്റു കാര്യങ്ങളൊക്കെ ഫോണിൽ അറിയാൻ വേണ്ടി സെറ്റ് ചെയ്തേക്കാണ്. വേറെ ഒന്നുമില്ല. അതും ഒരു സെറ്റപ്പ്. ഇത് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ബ്ലൂടൂത്ത് വരുന്ന ആ ഒരു സംഭവം ഈ കാണുന്ന ബോർഡ് ഉപയോഗിച്ചിട്ട് വൈഫൈ ആക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് ബ്ലൂടൂത്തിൽ കിട്ടുന്ന ഡേറ്റ നമ്മൾ കൺവേർട്ട് ചെയ്ത് വൈഫൈ വഴി നമ്മുടെ ഫോണിലേക്ക് കിട്ടുന്നു. അതുകൊണ്ട് നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു മച്ചന്മാരെ, ഇനി ഇതിൽ നല്ല കിടുക്കാച്ചി സോളാർ സെറ്റപ്പ്, അടിപൊളി സോളാർ സെറ്റപ്പ് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. അതും ലിഥിയം ബാറ്ററി ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അതും മലയാളത്തിൽ ആരും ചെയ്യാത്ത നല്ല കിടുക്കാച്ചി വീഡിയോ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ 24ഉം 48 ഒന്നുമല്ല, അതുക്കും മേലെ ആയിരിക്കും. എന്നാൽ പിന്നെ നമുക്ക് ആശ പവറിന്റെ 2.5ന്റെ ഇൻവെർട്ടർ അങ്ങ് ലോഡ് ചെയ്ത് നോക്കാം. ഇപ്പം 94%, 95% നമ്മൾ ലോഡ് ചെയ്യുന്നുണ്ട്. ബാറ്ററി വോൾട്ടേജ് 26.7 ആണ് കാണിക്കുന്നത്. ഔട്ട്പുട്ട് AC വരുന്നത് 221 വോൾട്ടാണ്. 24 വോൾട്ട് 280 AHന്റെ ലിഥിയം ബാറ്ററി പാക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇത് ലോഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ KCB എന്ന് പറഞ്ഞ സംഭവമല്ല, ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് ലിഥിയം ബാറ്ററി പാക്ക് വെച്ചിട്ടാണ് ഈ സാധനം ലോഡ് ചെയ്യുന്നത്. 95% വരെ നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. യാതൊരുവിധ കുഴപ്പമില്ലാണ്ട് നമുക്ക് ലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ ഫുള്ള് ആയിട്ട് ലോഡ് ചെയ്യരുത്. നമ്മുടെ ഇൻവെർട്ടറിനും നമ്മുടെ ലിഥിയം ബാറ്ററി പാക്കിന് മാത്രമല്ല, മൊത്തത്തിലെ എല്ലാത്തിനും അത് ഒരു നല്ലതല്ല. നമുക്ക് ഇനി എനർജി മീറ്ററിലേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെ കാണിക്കുന്നത് 63 ആംബിയർ ആണ്. 26.4 വോൾട്ട് ആണ്. 258 AH ഇനി ഇതിനകത്ത് ഉണ്ട് എന്നും കാണിക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാലേ, ഇനി ഒരിക്കലും നിങ്ങൾ വെള്ളം ഒഴിക്കുന്ന ആ ഒരു പുരാതന ലെഡ് ആസിഡ് ബാറ്ററി വാങ്ങാണ്ട് ലിഥിയം ബാറ്ററി പാക്ക് തന്നെ വാങ്ങുക. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുക എന്ന് മാത്രമല്ല, ഇപ്പം ലിഥിയം ബാറ്ററി പാക്കിനൊക്കെ നല്ല രീതിയിൽ പ്രൈസും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ല പ്രൈസ് കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇനി വെള്ളമൊഴിക്കുന്ന ആ പുരാതന ആ ഒരു ലെഡ് ആസിഡ് ബാറ്ററി ഉപേക്ഷിച്ചിട്ട് ലിഥിയത്തിലേക്ക് മാറുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം.